നമസ്കാരം. നമുക്കിന്ന് പോയിട്ടൊരു ഓഫ് റോഡിങ് പരിപാടി കണ്ടിട്ട് വന്നാലോ? വണ്ടികൾ നിരത്തിലിറങ്ങുന്ന ഒരു ഓഫ് റോഡിങ് പരിപാടി നമ്മുടെ കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരള അഡ്വഞ്ചർ ട്രോഫി സീസൺ 7 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയാണ്. സീസൺ 7 ആയി. ബാക്കിയുള്ള സീസണൊക്കെ എവിടെയൊക്കെ വെച്ചാണ് നടത്തിയിരുന്നത് തോന്നുന്നു. കറക്റ്റ് അതിനെക്കുറിച്ച് എനിക്കറിയില്ല. വണ്ടികളുടെ ഓഫ് റോഡിങ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതൊന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ഏപ്രിൽ 24, 25, 26 തീയതികളിൽ നമ്മുടെ കണ്ണൂർ മാതമംഗലം പാണപ്പുഴക്കടുത്ത് എഴുമ്പയിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അവിടെ വെച്ചാണ് ഈ ഒരു ഓഫ് റോഡിങ് പരിപാടികളൊക്കെ ഇവർ നടത്തുന്നത്. നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് വണ്ടികളുടെ ഓഫ് റോഡിംഗ് ഒക്കെ ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഞാൻ വീടിൻ്റെ തൊട്ട് മുകളിൽ വണ്ടി നിർത്തിയിട്ട് ഇൻട്രോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. സമയം 10:59, 11 മണി. നമുക്ക് നമ്മുടെ ബൈക്കിൽ നേരെ എഴുമ്പയിലേക്ക് പോവാം. എൻ്റെ നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഞാൻ ഉള്ളത്. അതിൻ്റെ മുന്നിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അപ്പം ഈ ഒരു ക്ഷേത്രം ഇവിടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഒന്ന് നിർത്തി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നത് തിമിരി മഹാദേവ ക്ഷേത്രമാണ് കേട്ടോ. ഞാനങ്ങനെ നമ്മുടെ അഡ്വഞ്ചർ ആക്ടിവിറ്റി നടക്കുന്ന സ്ഥലത്ത് എത്തി കേട്ടോ. അങ്ങോട്ടേക്ക് വണ്ടി വിടുന്നില്ല എന്ന് തോന്നുന്നു. റോഡ് സൈഡിൽ ഇവിടെ അവർ തന്നെ പേ ആൻഡ് പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ വെച്ചില്ല, കാരണം റോഡ് സൈഡിൽ തന്നെ കുറച്ച് തണലൊക്കെ ഉള്ള സ്ഥലങ്ങൾ ഉണ്ട് വണ്ടി പാർക്ക് ചെയ്ത് വെക്കാനായിട്ട്. എന്നിട്ട് ഇവിടെ ഒരു സൈഡിൽ നോക്കിയിട്ട് പാർക്ക് ചെയ്ത് വെച്ചു. നമുക്കിനി നേരെ അങ്ങോട്ടേക്ക് പോവാം. ഈ കാണുന്നത് ആലക്കാട് ശ്രീ കണ്ണങ്ങാട്ട് ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. കണ്ണങ്ങാട്ട് ഭഗവതി തെയ്യം കഴിക്കുന്ന സ്ഥലം. ഇവിടെ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ടേക്ക് പോയിട്ട് റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട്. ഇതൊരു വള്ളത്തോൾ സ്മാരക വായനശാല ഗ്രന്ഥാലയം. അതിന് തൊട്ട് മുട്ടിയിട്ട് തന്നെ ഒരു റോഡുണ്ട് വലതുവശത്തേക്ക്. അങ്ങോട്ടേക്കാണ് പോകണ്ടേ. താഴെ റോഡിൽ നിന്ന് കുറച്ച് മുന്നിലേക്ക് കടന്ന ഒരു തോടുണ്ട്. ആ തോട് കടന്നിട്ട് ഇങ്ങ് മുകളിൽ വരെ ഫ്രീ സർവീസ് ഇവർ നടത്തുന്നുണ്ട് കേട്ടോ. ഓട്ടോറിക്ഷക്കാർ നടത്തുന്നതാണേ. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രിപ്പ് നടത്തുന്നുണ്ട്. ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. കുറേ ഓഫ് റോഡിങ് വണ്ടികളൊക്കെ വരുന്നുണ്ട്. ഇതേ ഒരു താറ് വരുന്നു, കുറേ വണ്ടികൾ. ഒരു ജിപ്സി നേരത്തെ പോകുന്ന കണ്ടു. പിന്നെ ഒരു ഫോർച്യൂണർ ഉണ്ടായിരുന്നു താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഹൈലക്സ് പോകുന്നുണ്ടോ. നമ്മളങ്ങനെ ട്രാക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത്രയുള്ള ആൾ ഇവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടുണ്ടായിട്ടാ. അതുപോലത്തെ ആൾ, ഇത്രയും ക്രൗഡ്. അപ്പുറത്തെ സൈഡ് ഇപ്പുറത്തെ സൈഡ് മൊത്തം ആൾക്കാരാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മത്സരം തുടങ്ങുമെന്നുള്ള അറിയിപ്പൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാവട്ടെ. ഭയങ്കര പൊടിയാണ് കേട്ടോ ഇവിടെ, ഒരു രക്ഷയില്ല. ചെറുതായിട്ട് മഴ പെയ്തിരുന്നതിൽ അടിപൊളിയായനെ. ഈ പൊടി അങ്ങ് പറക്കുന്നത് ഇല്ലാതായനെ. ഞാൻ കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നു. നല്ല പൊടിയാണ്. ഞാൻ മാസ്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്താകുമോ എന്തോ.
ഒരു ജിംനിയാണ് പോയത്, നല്ല കിടിലനായിട്ട് അങ്ങ് പോയി. ഓ, രക്ഷപ്പെട്ട്. അടുത്തത് ഒരു ജിംനി തന്നെയാണ്. അടുത്തതും ജിംനി തന്നെയാണ്. ഏതാ ലുക്കല്ലേ കാണാൻ. ഈ കാണുന്ന ജിപ്സി ഉണ്ടോ, ഇത് കർണാടക രജിസ്ട്രേഷൻ വണ്ടിയാണ്. പക്ഷെ കാസർഗോഡ് ഓഫ് റോഡേഴ്സിന്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. നമുക്കിതിലൊരു റൗണ്ട് നടന്നിട്ട് വരാം. ഇവിടെയുള്ള വണ്ടികളൊക്കെ കാണാമല്ല. ജിപ്സി ഉണ്ടോ, ജിപ്സി. ആ വെറൈറ്റി കളറ് വണ്ടികൾ കണ്ടോ. ഇത് താറാണ്, ഇത് ജിംനി. ഇത് മറ്റേ മിന്നാമിന്നി കളറ്. ഇത് ബ്ലാക്ക് ജിംനി എത്ര ജിംനികളാ അറിയോ. ഈ വണ്ടി ഫിനിഷാക്കി, അതും ജിംനി തന്നെയാണേ. ഇത് ഇവിടെയൊക്കെ മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടികൾ കണ്ടോ. കൂടുതലും ജിംനിയാണ്. ഫോർച്യൂണറും പജീറും ഒക്കെ വളരെ കുറവാണ്. പിന്നെ കുറച്ച് ഹൈലക്സ് വണ്ടികളുണ്ട്. വേറെ ഏതാ വണ്ടി പറഞ്ഞുതരാനുള്ള, ജിപ്സി ഉണ്ട്. അത്രയൊക്കെ ഉള്ളു കേട്ടോ. പിന്നെ റേഞ്ച് റോവറിന്റെ ഒന്നും അധികം കണ്ടിട്ടില്ല ഇവിടെ. എവിടെയെങ്കിലും ചിലപ്പോൾ ഉണ്ടാവും. നമ്മളങ്ങനെ മുകളിൽ നിന്ന് നടന്ന് താഴേക്ക് വന്നു കേട്ടോ. ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഫ്രീ ആയിട്ട് വണ്ടി മുകളിലേക്ക് സർവീസ് നടത്തുന്നുള്ളത്. ഇങ്ങോട്ടേക്കുണ്ട്. ഞാൻ പിന്നെ നടന്നിട്ട് വന്നു. എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ട് വയക്കരയുള്ള. നമ്മൾ ഒരുമിച്ച് പഠിച്ച. ഇവിടെ എത്തിയപ്പോൾ കണ്ടുമുട്ടിയതാണ്. എന്നിട്ട് ഒരുമിച്ച് വന്നു. ഒരു ജീരക സോഡയൊക്കെ കുടിച്ചിട്ട് വണ്ടിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. പുഴ കണ്ടോ, പുഴ. അത്യാവശ്യം വെള്ളമുണ്ട്. തലയിലൂടെയൊക്കെ വെള്ളം കോരി ഒഴിച്ചു. അതുപോലത്തെ ചൂടല്ലേ, നല്ല സുഖമുണ്ടായിരുന്നു. ഞാൻ താഴേക്ക് പെട്ടെന്ന് എന്താ വന്നതെന്ന് വെച്ചാൽ, മുകളിലെ വണ്ടി പെട്ടെന്ന് വരുന്നില്ല. നല്ല ഡിലേ ഉണ്ട്. അപ്പോൾ ബോറടിച്ചിട്ട് വയ്യ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പെട്ടെന്ന് വന്നത്. കുഴപ്പമില്ല, ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്. നാളെ അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷെ നാളെ എനിക്ക് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്ന് വന്നേ. അങ്ങനെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു അമ്പലത്തിൽ കയറി ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നത് മീൻകുളം ശ്രീകൃഷ്ണ ക്ഷേത്രമാണ് കേട്ടോ.
ഇവിടുന്ന് അന്നദാനം ഉണ്ട് ഉച്ചക്ക്, അത് കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അന്നദാനമൊക്കെ കഴിഞ്ഞോ എന്തോ, പാത്രം പഠിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചോറ് തീർന്നു എന്ന് വിചാരിച്ചാണ്, എന്തോ ഭാഗ്യത്തിന് രണ്ടാക്കും ചോറ് കിട്ടി. അങ്ങനെ അന്നദാനമൊക്കെ കഴിച്ചു, എന്തോ ഭാഗ്യത്തിന് ചോറ് കിട്ടി. എന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഞാൻ ഇൻട്രോ എടുത്ത അവിടെ എത്തിയിട്ട് തന്നെ ഈ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. അങ്ങനെ രാവിലെ എവിടുന്ന് ഇൻട്രോ എടുത്തോ അവിടെ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഓഫ് റോഡിംഗ് ഒക്കെ കണ്ടു, കുറച്ച് മാത്രമേ കണ്ടുള്ളൂ, കുറച്ച് ഷൂട്ട് ചെയ്യാനും പറ്റിയുള്ളൂ. ഞാൻ മാസ്ക് ഒക്കെ എടുക്കാൻ വിട്ടുപോയി. അതുപോലെ തന്നെ അവിടെ വണ്ടികൾ, ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടി വരാനായിട്ട് ഒരു 5 മിനിറ്റ് സമയം എടുക്കുന്നുണ്ടോ, അത്രയും ഡിലേ വരുന്നു. അപ്പോൾ ബോറടിച്ചിട്ട് പോയി അവിടെ നിന്നിട്ട്. പിന്നെ ഒന്നാമത് പൊടിയും, ഒരു മര്യാദക്ക് നിൽക്കാനുള്ള സൗകര്യം അങ്ങനെയൊന്നും ഇല്ല അവിടെ. പിന്നെ ദൂരത്ത് നിന്ന് ഷൂട്ട് ചെയ്താൽ ഒരു സുഖം കിട്ടൂല. അപ്പം അടുത്തുനിന്ന് പോകുന്ന സമയത്ത് വണ്ടികളിങ്ങനെ പറപ്പിച്ച് പോകുന്നതൊക്കെ കാണാൻ നല്ല രസമല്ലേ. ഇന്നത്തെ ദിവസം അവിടെ കൂടുതൽ ഓഫ് റോഡിങ് അടിക്കുന്നുണ്ടായിരുന്നത് താറും ജിംനിയും ഒക്കെ ആയിരുന്നു. താറ് കുറവായിരുന്നു, കൂടുതലും ജിംനിയാണ് ഉണ്ടായിരുന്നത്. ഫോർച്യൂണറും പിന്നെ ജിപ്സിയും താറൊക്കെ നാളെ ആയിരിക്കും. പജീറോ അങ്ങനെ കുറേ വണ്ടികളുണ്ട് അവിടെ, അതൊക്കെ നാളെ ആയിരിക്കും അവിടെ കളത്തിലേക്ക് ഇറങ്ങുന്നത്. നാളെ അടിപൊളിയായിരിക്കും. ഇതുപോലെ ഗ്യാപ്പും ഡിലേയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നാളെ എനിക്ക് പോകാൻ പറ്റില്ല. 26 നാളെ ഞായറാഴ്ചയാണ്, നാളെ തെയ്യമുണ്ട്, എനിക്ക് തെയ്യത്തിന് പോകണം. അതുകൊണ്ടാണ് ഇന്ന് ഞാൻ പോയത്. പക്ഷെ വിചാരിച്ച അത്ര ഒരു സുഖം കിട്ടിയില്ല. അതുപോലെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. കുഴപ്പമില്ല, ചെറിയൊരു വീഡിയോ ഒക്കെ ഇട്ട് ഇടാം, അത്രേ ഇപ്പോൾ പറ്റുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ച നമ്മൾ നേരെ പാലക്കാട് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോവുകയാണ്. ആ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.